എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റ് പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചോ? പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കും, പാലു കൊടുക്കും, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ധരിച്ചാലും തലയിൽ വെച്ചാൽ തേനടിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട കട്ടിയുണക്കിയിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും മുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, ഏതൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളിൽ ഓന്നണയും പൊൻകതിരിൽ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ. പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളിൽ ഓന്നണയും പൊൻകതിരിൽ വണ്ടോടിൻ വടിവിലും നീലക്കല്ലോലകളിൽ മാന്തളിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിരിടയിലും നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലും ഉളിനെയും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ, കാട്ടിലിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ. അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതൻ സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ, ഉണ്ണി
ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു. കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ് കതിരു പൊങ്ങി വിയരങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല. എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീട്ടി കളിക്കും പനമീനല്ല നീളവേ നിശ്ചലം നിന്നുപോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടിൽ ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു. പൂരിത ദുഃഖമേ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്യുന്നോ? ചോടിക്കാൻ ഭൂതം പേടിക്കാനങ്ങിനെ കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുട്ടി കണക്കു നിന്നാളമ്മ. കാറ്റുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെടുത്താളമ്മ. അരിയായി ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂതം എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുമ്പിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികന്തേ ഭൂതമേ. അമ്മയ്ക്കിപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു പിടി എടുത്തു. കോലു പതിച്ചു ഭൂതം ചേലൊടു മന്ത്രം ജയിച്ചു ഭൂതം. മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാർക്കോടടുക്കേ നോടി ഭൂതം. അമ്മയെടുത്തി ഉമ്മ കൊടുത്തി അഞ്ചിതമോദം മൂർധാവിങ്കൽ തടകി തടകി പുല്ലിയ മാറെ വേറിട്ടൊന്നെന്നോദിയേറ്റാൽ പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു ഒട്ടപ്പൂതമിതെന്നു കയത്താൾ പാവം കൊണ്ട് വിതക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേട്ട
കൊടുക്കാൻ അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കേ എന്നുടെ നേരെ ഓപവിലേറെ ഊതരുതെന്നെ നീട്ടിടൊല്ലേ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കും തൊഴുതു വിറച്ചേ നിന്നോ ഭൂതം തൊറ്റുമടങ്ങിയടങ്ങി ഭൂതം ഉണ്ണിയെ കിട്ടിയില്ലേ അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറിച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞി തെങ്ങളിൽ കണ്ടമുടങ്ങി പൂക്കും കാലം കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതന്നിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ ഒന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണിയെ അന്വേഷിച്ച് വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങനെ ചെല്ലാം. മുത്തശ്ശി എത്ര പാവാഭൂതം അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്ന. അത് അമ്മിന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ തുടികൊട്ടും തുതിലമ്പിത്ത തന്തലുകൾ അയ്യയ്യാവരവമ്പിൽ പൂമുലമയിലണിഞ്ഞ കരിന്തൂക്കം അതിൽ ഇച്ചറ ഓടകൾക്ക് പലപാടും പണ്ടങ്ങൾ അരുകിനരും കണിത്തായ കിരീടം തലയിലണിഞ്ഞ കരിന്തൂക്കം ചെപ്പിന കൺമണി കുത്തുമുലകളിൽ തേരിലയും പൂമാല്യം പുറവടി പപ്പടി മൂടിക്കിടക്കും ചെമ്പൻ പാറുകൾ മുത്തോളം പൂപ്പുകൾ മീതെ ചാത്തിയരമൻ കെട്ടിയ വെള്ള ആവാട അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിക്കൂർവം 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 അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിക്കൂർവം